ശരണ്യ പവലിയനിൽ നിന്നാണ് ചേരുന്നത്. ശരണ്യ, ഇനിയുള്ള സമയം ഒരു നല്ല സ്ഥലം, നല്ല വ്യൂ ഉള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു കൊണ്ട് വലിയ ആവേശത്തോടെ ആ മത്സരത്തിന് സാക്ഷിയാവുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. പവലിയനിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? അശ്വതി, കഴിഞ്ഞ തവണ നമ്മൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അശ്വതിക്ക് ആ ഒരു വള്ളംകളിയുടെ ആവേശം എത്ര കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. എന്തായാലും ഇത്തവണ അശ്വതി തിരുവനന്തപുരം ന്യൂസ് ഡെസ്കിലായി പോയി എന്നുള്ളതാണ്. എന്തായാലും ബിസി അശ്വതി, ഈ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നേരത്തെ വി വിനോദ് സൂചിപ്പിച്ചതുപോലെയൊന്നുമല്ല, ശരണ്യ സ്നേഹജൻ ആലപ്പുഴയുടെ മകളും ശ്രീജ ഷാം ആലപ്പുഴയുടെ മരുമകളുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മഴയൊക്കെ ഒരു കാര്യമേ അല്ല വി വിനോദ് എന്നുള്ളതാണ്. വലിയ ആവേശത്തോടു കൂടി ആലപ്പുഴ ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെയാണ് ഈ ചെറുവള്ളങ്ങളുടെ മത്സരം നടന്നത്. ഇരുട്ടുകുത്തി വെപ്പ വിഭാഗങ്ങളിലുള്ള വള്ളങ്ങളുടെ മത്സരമാണ് നടന്നത്. അതിനുശേഷം ഇനി ഇപ്പോൾ അതിന്റെ ഒരു ഏറ്റവും ഇതിനകത്ത് ഏറ്റവും കളർ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം തന്നെയാണ്. അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 2 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസാണ്. ഇത്തവണയും മുഖ്യമന്ത്രി വരുമെന്ന് പറഞ്ഞു, നോട്ടീസ് അടിച്ചു, പക്ഷെ വന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ അതേ അവസ്ഥ തന്നെ ഇത്തവണയും സംഭവിച്ചു. പക്ഷേ ഇത്തവണ ടൂറിസം മന്ത്രി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2 മണിയോടുകൂടി ഉദ്ഘാടനം ആരംഭിക്കും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന നെഹ്റു പവലിയൻ ഇപ്പോൾ തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. VIP പവലിയനാണ്. അവിടെയാണ് ഉദ്ഘാടന സെഷൻ നടക്കുക. അതിനുശേഷം പിന്നീട് ഇതിനകത്ത് വള്ളംകളിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് മാസ് ഡ്രില്ലാണ്. മാസ് ഡ്രില്ലിന് വേണ്ടി 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ നെഹ്റു പവലിയന് മുന്നിലായി. ഒപ്പം മുഖ്യമന്ത്രി ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ള ആളുകളെ അഭിസംബോധന ചെയ്യാനും ഈ കാണികളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി തുഴ ഉയർത്തി ഏറ്റവും ഭംഗിയായി അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നത്. മാസ് ഡ്രില്ലിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും നമുക്കറിയാം വലിയ ആരാധകരാണ് ഓരോ വള്ളങ്ങൾക്കും ഉള്ളത്. ഈ പറഞ്ഞ നേരത്തെ വിനോദിന്റെ ലൈവിലൊക്കെ പറഞ്ഞതുപോലെ തൃശ്ശൂർ പൂരത്തിൽ ഗജരാജന്മാർക്കാണ് ആരാധകരെങ്കിൽ അതിനുമപ്പുറം ലോകം മുഴുവൻ ആരാധകരുള്ളവരാണ് ചുണ്ടൻ വള്ളങ്ങൾ എന്നുള്ളതാണ്. കാരിച്ചാലൊക്കെ സ്റ്റാർ കാറ്റഗറിയിലുള്ള വള്ളങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ വള്ളങ്ങളും ഓരോ കാലഘട്ടത്തിൽ അവരെ അടയാളപ്പെടുത്തി പോയിട്ടുണ്ട്. ചിലപ്പോൾ ആ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് അവർ മടങ്ങി വന്ന് ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് അവർ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇത്തവണ എന്തായാലും അത്തരത്തിലൊരു വലിയ മത്സരങ്ങൾക്ക് തന്നെയാകും ആലപ്പുഴ വേദിയാവുക എന്നുള്ളതാണ്. 8 വള്ളങ്ങളെങ്കിലും ഒരു ഫൈനലിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച 8 വള്ളങ്ങളെങ്കിലും ഏറ്റവും മികച്ച സമയം കുറിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും പതിവ് പോലെ തന്നെ ഇവിടെ കാരച്ചാലിനും PBCക്കും ഒക്കെ അല്ലാത്തുരുത്തി ബോട്ട് ഒക്കെ വലിയ ടീമുണ്ട്. നിർത്താതെ പാട്ടുപാടുന്ന മനുഷ്യരാണ്. എങ്ങനെ ഉണ്ടാവും ഇപ്രാവശ്യം? 21 വള്ളങ്ങളും മത്സരങ്ങൾ ചുണ്ടൻ വള്ളം. 21 വള്ളം നിങ്ങളെ തോപ്പിക്കാനാണ് മത്സരിക്കുന്നത്. 20 വള്ളത്തിന്റെയും ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, PBCനെ മറികടന്നിട്ട് കപ്പടിക്കുക എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യം, ഞങ്ങൾക്ക് കപ്പ് മാത്രമേ ഉള്ളൂ. മേൽപ്പാടം കപ്പടിക്കും, അടിച്ചിരിക്കും. ഞങ്ങള് 5 തുഴപ്പാടിനെങ്കിലും ഞങ്ങളെ കപ്പടിച്ചിരിക്കും. ഞങ്ങളുടെ കോൺഫിഡൻസ് പോകത്തുള്ളൂ. അത്ര കോൺഫിഡൻസ് ആണ്. ഞങ്ങൾ അടിക്കും. ഞങ്ങൾ 6ാമത്തെ കപ്പ് ഞങ്ങൾ കൊണ്ടുവരും. ഹലോ എന്താ ഇത്ര ആത്മവിശ്വാസം? എന്താണ് ഇത്ര ആത്മവിശ്വാസം? എന്താണ് നിങ്ങളെ PBCക്കാരെ തട്ടിയിട്ടില്ല, ഇവിടെ അടക്കാൻ പറ്റുന്നില്ലല്ലോ? PBC അല്ലേ ഞങ്ങള്? മേൽപ്പാടത്ത് ഞങ്ങള് മേൽപ്പാടം, ഞങ്ങളുടെ വള്ളമാണ് PBCക്കാര് തുഴയുന്നത്. നിങ്ങളൊന്നല്ലേ? ഞങ്ങൾ ഒന്നാണ്. അവരുടെ ഡബിൾ ഹാട്രിക്കും ഞങ്ങളുടെ ഫസ്റ്റ് കിരീടവും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്ന് ഞങ്ങളത് നേടും. ഞങ്ങളോട് ആഞ്ഞിലിക്കുരു വിട്ടവരോട് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. പുന്നമടയില് ഉടമകളുമാണ് ഞങ്ങള് കേട്ടോ. ഞങ്ങളുടെ ഈ വള്ളം 2 വർഷം ഞങ്ങളുടെ വള്ളം ഇറങ്ങിയിട്ട് കേട്ടോ. ഈ വർഷം ഞങ്ങൾ കപ്പടിച്ചിരിക്കും. മേൽപ്പാടം കരയ്ക്ക് സ്വന്തമായിട്ടൊരു വള്ളമില്ല. നിങ്ങൾ ഹരിപ്പാട് ഭാഗമാണ്? ഹരിപ്പാടല്ല, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ബിയവരം, അത് ബിയവരം ഉണ്ട്. മാന്നാർ പഞ്ചായത്തിന്റെ 2 വാർഡും വരുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വള്ളം ഉണ്ടായിരുന്നു, നിങ്ങൾക്കായിരുന്നില്ല? അതെ, ഞങ്ങൾക്കില്ലായിരുന്നു. ലേറ്റായി വന്നാലും അതെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ കപ്പടിച്ചിരിക്കും. അത് ശരിക്കും പറഞ്ഞാലേ നിങ്ങൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നൊരു വള്ളം കൂടിയാണല്ലേ? വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും എല്ലാവരും. മാന്നാർ പഞ്ചായത്തിലൊന്നും ഇല്ലായിരുന്നു. മാന്നാർ പഞ്ചായത്തിൽ 2 കരയും കൂടി ഇതിനകത്ത് അസംബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഞങ്ങള് പഞ്ചായത്തിന്റെ 9 കരയ്ക്കും വള്ളമുള്ളപ്പം വള്ളമില്ലായിരുന്നു. ഏക കര ഞങ്ങളുടെയായിരുന്നു. ഞാൻ മാന്നാർ പഞ്ചായത്തിലുള്ളതാണ്. ഞങ്ങൾ 2 കരയ്ക്ക്
ഞങ്ങളങ്ങ് ചേർന്നു. മേൽപ്പാടം പുതിയ ഒരു ചുണ്ടൻ നമ്മുടെ അല്ലെ, അധികം പഴക്കമില്ലാത്തൊരു ചുണ്ടനാണ്. പക്ഷെ എന്താ ഒരു 4 വർഷം കഴിഞ്ഞപ്പോ തന്നെ ഒരു ഭയങ്കര സ്റ്റാർ കാറ്റഗറി, 2 വർഷം അല്ലെ, 2 വർഷം കഴിഞ്ഞപ്പോ തന്നെ ഒരു സ്റ്റാർ കാറ്റഗറി മത്സരത്തിലേക്ക് വരുന്നു. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ടീമായി മാറുന്നു. തീർച്ചയായിട്ടും കരയിലുള്ള ആൾക്കാരിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു 60 കിലോമീറ്റർ താണ്ടി പരിശീലനം കാണാൻ വന്ന ടീമാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങളുടെ മാനസപുത്രൻ ഇന്നലെ ലീവിന് വന്നവരാണ് ഇവരൊക്കെ കേട്ടോ. എവിടുന്നാണ് നിങ്ങൾ കുവൈറ്റിന്ന്? അപ്പൊ ഞങ്ങളെ പ്രവാസികളെ വെറും 12 ദിവസത്തിലേക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ ചെറുക്കൻ ഇവിടെ കപ്പടിക്കുന്നത് കാണാൻ മാത്രം ഞങ്ങൾ വള്ളംകളി കൂടാ, ഓണം കൂടാ. നമുക്ക് മെയിൻ വള്ളംകളിയാണ്. കപ്പടിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. നിങ്ങളൊക്കെ കോൺട്രിബ്യൂട്ടേഴ്സ് ആണോ? ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ഉണ്ട്. ഞങ്ങൾ സുരക്ഷയോടെ പോലെ ഭാഷ പറയുന്ന അടിമകളല്ല, ഉടമകളാണ് ഞങ്ങള്. അതാണ് അവര് പറയുന്നത്. 60 കിലോമീറ്റർ താണ്ടി അവർ പരിശീലനം കാണാനായി എത്തിയിരുന്ന ആളുകളാണ് ഈ മേൽപ്പാട് ചുണ്ടന്റെ ആളുകൾ എന്നുള്ളതാണ്. വിയപുരം അടക്കമുള്ള ഒരുപാട് വള്ളങ്ങൾ ഇവിടെ വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ വിയപുരം നമുക്കറിയാം പെർഫോമൻസ് എടുത്ത് കപ്പെടുത്ത വള്ളമാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ വിയപുരത്തിനൊക്കെ സ്വന്തമായി വള്ളം ഉണ്ടായിരുന്ന കാലത്ത് മേൽപ്പാടക്കാർക്ക് വള്ളം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവർ ഇത്തവണ വന്നിരിക്കുന്ന വരവെന്ന് പറയുന്നത് 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർ വന്നൊരു വരവെന്ന് പറയുന്നത് അതൊരു രാജകീയമായ വരവാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ മേൽപ്പാടം വള്ളം തുഴയുന്നത്. ഏറ്റവും സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് എന്നുള്ളതാണ്. നല്ല ചൂടാണോ അതോ മഴയാണോ? എന്താ പ്രശ്നം? രണ്ടും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞ ഈ മഴക്കാറുകൾ കൊണ്ടാണെന്ന് ഭയങ്കര ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നം, ആലപ്പുഴയുടെ ഒരു പ്രശ്നമാണ്. ആലപ്പുഴ പ്രശ്നമാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും ചൂടായിരുന്നു. അപ്പൊ ഇതിപ്പോ ഇന്ന് മഴ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി സുഖമുണ്ടെന്ന് പറയാം. ഒരു സൗകര്യങ്ങൾ ഒരു പരിമിതി അല്ലേ? അത് വളരെയൊക്കെ ധാരാളമാണ്. എനിക്കിപ്പോ അത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ ഇതിന്റെ ഫൈനൽ ഇത് ചെയ്യുമ്പോൾ ആ ക്യാൻവാസ് മുകളിലത്തെ ക്യാൻവാസ് ഒക്കെ ശരിക്കും കിട്ടിയെന്ന് വെച്ചെങ്കിൽ ഇവിടെ കുറെ സ്ഥലങ്ങൾ ചോരുന്നുണ്ട്. അത് നമുക്ക് അശ്വതി എത്ര ആഘോഷം എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ മുകളിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ഭാഗം നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതായത് ഇത്രയധികം രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വന്നിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യർ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരും വിദേശികളുമായുള്ള ആളുകൾ ഒരു സ്ഥലമാണ്. നമ്മൾ നെഗറ്റീവ് പറയുകയാണെന്ന് കരുതരുത്. പക്ഷേ അവിടെ വെള്ളം നിറഞ്ഞ് ആ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ആ നേരത്തെ ഇന്നലെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ആളുകളൊന്നും ഇല്ലായിരുന്ന സമയത്ത് അത് പൊട്ടി വീണതാണ്. വലിയ ശബ്ദത്തോടു കൂടി അവിടെ ഇരുന്ന ബോക്സുകൾ ഉൾപ്പെടെ തെറിച്ചു പോകത്തക്ക രീതിയിൽ അത്ര ശക്തമായാണ് ആ വെള്ളം താഴത്തേക്ക് വന്നെന്നുള്ളതാണ്. ചെറിയ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അമ്മമാരുൾപ്പെടെ അവിടെ നിൽക്കുമ്പോഴാണ് എല്ലാവരും ആവേശത്തിലാണ്. അവരുടെ എല്ലാം കണ്ണ് ഈ ഓളപ്പരപ്പിലേക്കാണ്. പക്ഷേ അതിനുമപ്പുറം അപകടകരമായ ഒരു സാഹചര്യം. എത്ര മോശമായാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ പറയാതിരിക്കാൻ പാടില്ല. ഒരു വലിയ ഗ്യാപ്പ് ഇവിടെ ഈ ആളുകൾക്ക് ടിക്കറ്റ് എടുത്ത് പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് മഴ നനയാതെ പോലും അവർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം എല്ലാ കാലവും പറയുന്നതാണ്. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് വേണ്ടി ഒരുപാട് പണം മാറ്റിവെക്കും. മികച്ചൊരു അതായത് ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു മത്സരം, ഒരു ഇവന്റാണ് ഇവിടെ നടക്കുന്നത്. വിദേശികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇരുന്നവരാണ് ഇപ്പോൾ അവർ മാറി അവിടെ നിൽക്കുകയാണ്. കാരണം ഇത് തലയുടെ മുകളിലേക്ക് വീണാൽ അതിന്റെ ഒരു റിസ്ക് വലുതാണ്. ആവേശമാണെന്ന് പറയുമ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. എവിടുന്നാ വരുന്നത്? ഞാൻ ചക്കുളത്തുകാവ്. തലവടിയുടെ ആളായിരിക്കും. എന്താണ് ഇത്തവണ നിങ്ങളുടെ വള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് തലവടി ചുണ്ടൻ പുത്തൻ ചുണ്ടനാണ്. അത് മാത്രമല്ല കയറി വന്നപ്പോ തന്നെ വന്ന വരവിന് 6ാം സ്ഥാനത്ത് വന്ന വള്ളമാണ് അല്ലെ. കഴിഞ്ഞ തവണ 5ാം സ്ഥാനത്തെത്തി. ഞങ്ങൾ 1ാം സ്ഥാനത്ത് വരുന്നില്ല. നിങ്ങൾക്ക് ഒരു കറപ്ഷൻ പോലും അങ്ങനെ ചോദിക്കുകയേ ചെയ്യരുത്. അത് തന്നെ തെറ്റല്ലേ? ഇവര് മേൽപ്പാടക്കാരാണ്. നമ്മൾ അംഗീകരിക്കണോ മേൽപ്പാടക്കാരെ? ഇല്ല നമുക്ക് വാശിമാര് മേപ്പാടമല്ല, ഞങ്ങള് അടിച്ച് തലവടി ചൂണ്ടിന്റെ എതിരായിട്ട് മേപ്പാടം ചൂണ്ടി ജയിക്കാൻ വേണ്ടിയാണ് നീരിടം വള്ളംകളി ഞങ്ങൾ എതിരെ വെള്ളം എടുത്തിട്ടുണ്ട്. അതെ, ഈ വള്ളംകളി മേപ്പാടം ജയിക്കണം. തലവടിക്കാരാണ്, മേപ്പാടം ജയിക്കണം, അതാണ് ആവശ്യം. ഇത് മേപ്പാടത്തിന്റെ ജീവിതം. ഞങ്ങളുടെ ഓരോ രക്തങ്ങളും ഞങ്ങൾ 50 to 70 പീപ്പിൾ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. എല്ലാവരും ഇവിടെ മേപ്പാടത്തിന് വേണം. ഓരോ രക്തത്തുള്ളികളും മേപ്പാടത്തിന് വേണ്ടി മാത്രം. ഇത്രയും നാളും നമ്മൾ വിഷമിച്ചു, നിങ്ങൾക്കൊരു വള്ളമില്ലെന്ന് പറഞ്ഞു. അതിന്
ഓരോ പുളിങ്കുരി ആഞ്ഞിലിക്കുരിന്റെ എന്തോ സംതിങ് പറഞ്ഞുണ്ട്. പക്ഷേ ഇല്ലേ ഞങ്ങളത് പതറത്തില്ല. പക്ഷേ ആ ആശാരി വന്ന് നമ്മൾ ചെയ്തു സൂപ്പർ വള്ളം. അതുകൊണ്ട് ഞങ്ങളുടെ മേപ്പാളം വള്ളം ഇന്ന് ചീറിപ്പായും അതിൽ പുത്തൻ ചുണ്ടൻ ഒരു ഗുണം ഉണ്ടല്ലോ അല്ലേ? കാരണം ആ ഒരു പുത്തൻ ചുണ്ടൻ എന്നുള്ള ഒരു ഗുണം ആ PBCക്കും അത് ഗുണം ചെയ്യും, പള്ളത്തുരുത്തിക്കും ഗുണം ചെയ്യും. പുത്തൻ ചുണ്ടൻ വെള്ളം കേട്ടാ. പക്ഷേ ഇല്ല നമ്മുടെ മേപ്പാളം വള്ളം നല്ല സെറ്റാ. ഇന്നലെ ശ്രീവിധി ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല സെറ്റപ്പായി. ഞങ്ങളിപ്പോ കണ്ടിട്ട് വന്നേക്കോ. കാരിച്ചാലും പറയുന്നത് സെറ്റാന്ന് ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കാണാം. പണ്ട് കാരിച്ചാലും മേപ്പാടവും ചമ്പക്കുളമൊക്കെ രാജാവായിരുന്നു. അപ്പം മത്സരം കനത്ത കാരണം കാരിച്ചാലുണ്ട്, തലയോട് ആട്ടിക്കാണ് മേപ്പാടം.